كان رسول الله صلى الله عليه وسلم يستغفر كل يوم 100 مرة أو 70 مرة. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ ദിവസവും എല്ലാ രാവുകളും അല്ലാഹുവിന്റെ റസൂൽ 100 പ്രാവശ്യമോ 70 പ്രാവശ്യമോ ആയി ഇസ്തിഗ്ഫാർ ചൊല്ലുമായിരുന്നു അത്രേ. അസ്തഗ്ഫിറുല്ലാഹൽ അദീം അസ്തഗ്ഫിറുല്ലാഹൽ അദീം. ഉന്നതനായ റബ്ബിനോട് ഞാൻ പാപമോചനത്തിന് അർത്ഥിക്കുന്നു. ഇതാണ് അസ്തഗ്ഫിറുല്ലാഹൽ അദീം. ഈ രാവിലെ സത്യത്തിൽ ഏറ്റവും കൂടുതൽ ചെല്ലേണ്ടതും അതാണ്. കാരണം ജനങ്ങൾ മുഴുവനെ തെറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. പലരും കുപ്പി വാങ്ങി വെച്ചിരിക്കുന്നു, പൊട്ടിക്കാൻ റെഡിയായി നിൽക്കുന്നു. 12 മണിയാകുമ്പോൾ പടക്കം പൊട്ടിക്കാൻ നിൽക്കുന്നു. ഒക്കെ റെഡിയാക്കി ഇങ്ങനെ വെക്കുന്ന ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക? അസ്തഗ്ഫിറുല്ലാഹൽ അദീം ചെല്ലുക. റബ്ബിന് ഭയങ്കര ഇഷ്ടമാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് ഈ സദസ്സിൽ വന്നു ചേർന്നവർക്ക് വലിയ ഖൈറാണ്. അള്ളാഹു കബൂലാക്കട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ ദിവസവും മുടങ്ങാതെ 100 പ്രാവശ്യമോ 70 പ്രാവശ്യമോ ഇസ്തിഗ്ഫാർ ചൊല്ലുമായിരുന്നു അത്രേ. അസ്തഗ്ഫിറുല്ലാഹൽ അദീം അസ്തഗ്ഫിറുല്ലാഹൽ അദീം അസ്തഗ്ഫിറുല്ലാഹൽ അദീം. ഉന്നതനായ റബ്ബിനോട് ഞാനിതാ പാപമോചനത്തിന് അർത്ഥിക്കുന്നു എന്നുള്ള പദം അല്ലാഹുവിന്റെ റസൂൽ ഒരു ദിവസം 100 പ്രാവശ്യം പറയുമായിരുന്നു അത്രേ. നമ്മൾ എത്ര പ്രാവശ്യം പറയുന്നുണ്ട്? വേണ്ട, ഇന്ന് എത്ര പ്രാവശ്യം ചെയ്തിട്ടുണ്ട്? ചിന്തിക്ക്. നമ്മളൊരു സദസ്സിൽ നിന്ന് വന്നപ്പോൾ നമുക്ക് കുറെ ജീവിതത്തിലേക്ക് മാറ്റത്തിന് വേണ്ടിയുള്ള അമലുണ്ടാവണം. അതാണ് നമ്മുടെ സദസ്സിൽ നിന്ന് കിട്ടേണ്ടത്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതിനാദ്യമായി പറഞ്ഞു തരാണ് അസ്തഗ്ഫിറുല്ലാഹൽ അദീം. ഭയങ്കര ദിക്റാണ്, ചെറിയ ദിക്റല്ല. استغفروا ربكم إنه كان غفارا يرسل السماء عليكم مدرارا ويمددكم بأموال وبنين ويجعل لكم جنات ويجعل لكم أنهارا ما لكم لا ترجون لله وقارا وقد خلقكم أطوارا. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സമുദായത്തോട് നൂഹ് നബി അലൈഹിസ്സലാം പറഞ്ഞു അത്രേ, ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ. നിങ്ങൾ റബ്ബിനോട് പാപമോചനം തേടണേ. ആ റബ്ബിനെ അനുസരിക്കാതെ ധിക്കരിച്ചുകൊണ്ട് നിലകൊള്ളരുതേ. നമസ്കരിക്കാൻ അവരോട് പറഞ്ഞപ്പോ, റബ്ബിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോ വിസമ്മതിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ബിംബാരാധകരായി നിലകൊള്ളുന്നതാകുന്ന സമൂഹമാണ്. അവരോടായിട്ട് നൂഹ് നബി അലൈഹിസ്സലാം പറയുകയാ, നിങ്ങളുടെ പാപങ്ങളെല്ലാം അല്ലാഹു ഇതാ പുറത്തു തരാൻ പോവുകയാണ്. ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ. അല്ലയോ സമൂഹമേ അല്ലാഹുവിലേക്ക് തൗബ ചെയ്തുകൊണ്ട് ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ട് കടന്നു വരണേ. ഇന്നഹു കാന ഗഫാറാ. തീർച്ചയായും അല്ലാഹു അങ്ങേയറ്റം പുറത്തു കൊടുക്കുന്നവനാണ്, പുറത്തു തരുന്നവനാണ്. എത്ര പാപമംഗുലമാകുന്ന കരങ്ങൾ നിങ്ങൾ റബ്ബിലേക്ക് ഉയർത്തിയാലും, എത്ര തെറ്റുകൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അല്ലാഹു പൊറുക്കുന്നതാണ്. പരിശുദ്ധമാക്കപ്പെട്ട ഇൽമിന്റെ സദസ്സിലേക്ക് ഔസിയയുടെ പ്രവർത്തകർ ഒരുമിച്ച് കൂട്ടിയ മതവിജ്ഞാന വേദിയിലേക്ക് 2017 വിട ചൊല്ലാൻ വേണ്ടി ഒരുമിച്ച് കൂടിയിട്ടുള്ളതാകുന്ന ചെറുപ്പക്കാരെ, സഹോദരങ്ങളെ, കള്ളു കുടിച്ചവരില്ലയോ, വ്യഭിചരിച്ചവരില്ലയോ, പലിശയുമായി ബന്ധപ്പെട്ടവരില്ലയോ, ഹറാമ് ഭുജിച്ചവരില്ലയോ, സിനിമ കണ്ടവരില്ലയോ, സിനിമാ പാട്ടുകൾ കേട്ടുകൊണ്ടിരുന്നവരില്ലയോ, അശ്ലീലതയിൽ ലോകത്തേക്ക് ഡബ്ല്യു അടിച്ചുകൊണ്ട്
വെച്ചുകൊണ്ട് മോശപ്പെട്ട രീതിയിലേക്ക് കണ്ണുകളെ പായിച്ചവരില്ലയോ? തൗബ ചെയ്യണേ, തൗബ ചെയ്യണേ. ഇതാ നിങ്ങൾക്കൊരു പുതുവർഷ പുലരെ കടന്നു വരുമ്പോ നിങ്ങളുടെ മുന്നിൽ അല്ലാഹു പറയുകയാണ്, ഇസ്തഗ്ഫിറൂ റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനോട് പൊറുക്കലിനെ തേടണേ, തേടണേ. ഇന്നഹു കാന ഗഫാറാ. എത്ര വല്ല തെറ്റ് ചെയ്തവനാണെങ്കിൽ കൂടി അള്ളാഹുവിന്റെ പാവം പുറത്തു കൊടുക്കുന്നവനാണ്, പുറത്തു കൊടുക്കുന്നവനാണ്, പുറത്തു കൊടുക്കുന്നവനാണ്. തെറ്റ് ചെയ്യാത്ത മനുഷ്യരാരാണ് സോദര? തെറ്റ് ചെയ്യാത്ത മനുഷ്യരാരാണ് പെണ്ണെ? കുല്ലു ബനി ആദമ ഖത്താ. ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചില്ലയോ? ആദം സന്തതികൾ മുഴുവൻ തെറ്റുകാരാണ്. തെറ്റ് ചെയ്യാത്തതാകുന്ന മനുഷ്യരില്ല. അറിയാതെ സിനിമ കാണുകയും സീരിയൽ ദർശിക്കുകയും ചെയ്യുന്നതാകുന്ന സമൂഹമേ, സമൂഹമേ, ഈ രാവിലെ റബ്ബിലേക്ക് നിങ്ങൾ തൗബ ചെയ്തുകൊണ്ട് റബ്ബിലേക്ക് പൊട്ടിക്കരയണേ. അല്ലാഹുവേ, അല്ലാ, എന്റെ 2 നയനങ്ങൾ കൊണ്ട് ഞാൻ അന്യ പെണ്ണിലേക്ക് നോക്കിയിട്ടുണ്ട് അല്ലാ. അന്യ പുരുഷനുമായി സംസർഗം പുലർത്തിയിട്ടുണ്ട് റബ്ബേ. അവനുമായി സംസാരിച്ചിട്ടുണ്ട് അല്ലാ. അവന്റെ കൈകളിലേക്ക് എന്റെ കൈ അറിയാതെ ചെന്നിട്ടുണ്ട് അല്ലാ. എന്റെ വാപ്പയറിയാതെ ഉമ്മ അറിയാതെ എത്രയോ രാവുകൾ ഞാൻ തെറ്റുകൾ വ്യാപൃതരായിട്ടുണ്ട് അല്ലാ. നിന്നിലേക്ക് ഞാനിതാ പൊറുക്കലിനെ തേടുകയാണ്. എന്റെ പാപങ്ങൾ പുറത്തു തരണേ അല്ലാ. ഈ ഹൗസിയ നഗറിൽ വെച്ചുകൊണ്ട് ഞാനിതാ നിന്റെ ദർബാറിലേക്ക് പൊട്ടിക്കരയുന്നു അല്ലാ. നീ ചോദിച്ചാൽ തീർച്ചയായും അല്ലാഹു പാപം പുറത്തു തരുമേ, പുറത്തു തരുമേ. തീർന്നില്ല, തീർന്നില്ല. പരിശുദ്ധമായ ഖുർആൻ വീണ്ടും പറയുകയാണ്. സൂറത്തുൻ നൂഹിലൂടെ അല്ലാഹു വ്യക്തമാക്കുകയാണ്, ഖുർആൻ ഓതാൻ അറിയുന്നവരെ, പഠിക്കുന്നവരെ, ഖുർആനുമായി ബന്ധം പുലർത്തുന്ന മുസ്ലിമേ, ആ ഖുർആൻ ഒന്നെടുക്കണേ, ഒന്നോതി നോക്കണേ. സൂറത്തുൻ നൂഹിലൂടെ തൗബ ചെയ്യുന്നവർക്ക് അല്ലാഹു നൽകുകയാണ്. ഒരു മുഅ്മിനായ മനുഷ്യനവന്റെ ജീവിതത്തിൽ എപ്പോഴും കൊണ്ടു നടക്കേണ്ടതാണ് തൗബ. അവൻ തൗബയെ പുതുക്കണേ, പുതുക്കണേ. അല്ലാഹുവിന്റെ റസൂൽ ഖുർആൻ ഓതിക്കൊണ്ട് പറയുകയാണ്, തൗബ ചെയ്യുന്നവന്റെ തൗബയെ അല്ലാഹു പാപത്തെ പുറത്തു കൊടുക്കുന്നു എന്ന് മാത്രമല്ല, യുർസിലിസ് സമാ അലൈക്കും മിദ്റാറാ. നാട്ടിൽ മഴയില്ല എന്ന് പറയുന്ന സമൂഹമേ, നിങ്ങൾക്കിതാ സുന്ദരമായ മഴ അല്ലാഹു നൽകുമത്രേ. മഴയില്ലാതെ വിഷമിക്കുമ്പോ, മഴയില്ലാതെ പ്രയാസപ്പെടുമ്പോ അല്ലാഹുവിന്റെ പള്ളിയുടെ അകത്തളത്തിൽ കയറിയിരുന്നു കൊണ്ട് 100 ഇസ്തിഗ്ഫാർ ചൊല്ലാ മുസ്ലിമേ. നിന്റെ നാവൊന്ന് ചലിപ്പിക്കാൻ കഴിയുമോ? നിന്റെ നാവ് കൊണ്ട് ദിക്ർ ചൊല്ലാൻ കഴിയുമോ? അല്ലാഹുവിനെ ഓർക്കാൻ കഴിയുമോ? തട്ടമിട്ടതാകുന്ന സുന്ദരികളാകുന്ന സഹോദരിമാരെ, വീടിന്റെ അകത്തലങ്ങൾ കയറി നിന്റെ ഔറത്തുകൾ മറച്ച്, നിന്റെ നഗ്നതകൾ മറച്ച്, പരപുരുഷന്മാരെ കാണാതെ നമസ്കാര കുപ്പായമിട്ടുകൊണ്ട് മുസല്ലയിൽ ഇരുന്നു കൊണ്ട് തൗബ ചെയ്യ് പെണ്ണേ, ഇസ്തിഗ്ഫാർ ചൊല്ല് പെണ്ണേ. യുർസിലിസ് സമാ അലൈക്കും മിദ്റാറാ. അതിശക്തമായ മഴ നിങ്ങൾക്ക് വർഷിക്കുന്നതാണ്. ഖുർആൻ പറയുകയാണ്, മിദ്റാറാ, ശക്തമായ മഴ നിങ്ങൾക്ക് വർഷിക്കുമത്രേ നിങ്ങൾ ഇസ്തിഗ്ഫാർ ചൊല്ലിയാലെന്ന് പരിശുദ്ധ ഖുർആൻ. തീർന്നില്ല, തീർന്നില്ല. വയുംദിദുകും ബിഅവാൽ, വയുംദിദുകും ബിഅവാൽ. ഉസ്താദേ, എനിക്ക് സമ്പത്തില്ല, എന്റെ കച്ചവടം പ്രയാസമാണ്, നോട്ട് നിരോധനം മൂലം ഞാൻ പ്രയാസത്തിലാണ്, GST വന്നത് മുതൽ ഞാൻ ഇടങ്ങേറാണ്, എന്റെ കച്ചവടം നടക്കുന്നില്ല, റിയൽ എസ്റ്റേറ്റിന്റെ ബിസിനസ്സാണ് എനിക്കുള്ളത് ഉസ്താദേ, ഒരു കച്ചവടം പോലും നടക്കുന്നില്ല, എന്റെ കച്ചവട സ്ഥാപനങ്ങൾ മുഴുവൻ പൂട്ടിയിരിക്കുകയാ. പറയാൻ നിൽക്കു പൊന്നുമോനെ, ലിസാനുദ്ദാകിർ, നിന്റെ നാവ് കൊണ്ട് അല്ലാഹുവിനെ സ്മരിച്ചുകൊണ്ട് റബ്ബിലേക്ക് നീ തൗബ ചെയ്തുകൊണ്ട് അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് ഇരുളിന്റെ മറവിലിരുന്നു കൊണ്ട് നീ ചൊല്ലിയാൽ യുംദിദുകും ബിഅവാൽ, സമ്പത്ത് കൊണ്ട് നിന്നെ മൂടുമേ എന്ന്
എന്ന് വിശുദ്ധ ഖുർആൻ. ഇത് കേവലം കുമ്മനം ഉസ്താദിന്റെ അധ്യാപനമല്ല, ഇതേതെങ്കിലും ഉലമാക്കളുടെ ഏതെങ്കിലും പ്രത്യയ ശാസ്ത്രക്കാരുടെ വാദമല്ല. ഇത് വിശുദ്ധമായ ഖുർആനിന്റെ പ്രഖ്യാപനമാണ്. ഖുർആൻ പഠിക്കണേ, ഉൾക്കൊള്ളണേ, ഖുർആൻ ഓതി നോക്കണേ, ഖുർആനിലേക്കൊന്ന് കടന്നു വരണേ. ഇന്ന് നമ്മൾ ഖുർആൻ പഠിക്കാതെ ഖുർആനിന്റെ വക്താക്കളാണെന്ന് പറയുന്നവർ പരിശുദ്ധമായ ഖുർആനിനെ മനോഹരമായ പൈന്തിട്ടുകൊണ്ട് ഷെൽഫുകളിൽ വെച്ചിരിക്കുകയാണ്. പള്ളിയുടെ അകത്തലങ്ങളിൽ ഷെൽഫുകൾ വെച്ചിരിക്കുകയാണ് ഖുർആൻ. വീടിന്റെ അകത്തലങ്ങളിൽ TV സ്റ്റാൻഡിൽ വെച്ചിരിക്കുന്ന ഖുർആൻ. ആ ഖുർആൻ ഒന്ന് ഒതുവെടുത്തുകൊണ്ട് ഓതണേ പൊന്നുമോനെ. ഖുർആൻ പറയുകയാ, നിനക്ക് സമ്പത്തില്ലയോ പണമില്ലയോ, നിന്റെ ഭർത്താവ് പ്രവാസ ലോകത്ത് പ്രയാസം അനുഭവിക്കുന്നവനാണോ, പൊന്നുമോളെ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ചൊല്ലിക്കോ, നിനക്ക് സമ്പത്താണ് വയുംദിദുകും ബിഅംവാൽ. തീർന്നില്ല. ഖുർആൻ പറയുകയാണ്, ഒരുപക്ഷേ കാതുമുളച്ച മുതൽ ഇന്ന് വരെ അസ്തഗ്ഫിറുല്ലാഹൽ അലീമിന്റെ മഹത്വം ഇത്രമേൽ ഉണ്ടെന്ന് പഠിക്കുന്ന പ്രിയപ്പെട്ട ഗൗസിയയിലുള്ള സഹോദരങ്ങളെ, കരുമക്കാടുള്ളതാകുന്ന പ്രിയപ്പെട്ട സഹോദരിമാരെ, ഇത് ഖുർആനാണ്. കളവിന്റെ വചനമല്ല, കളവിലേക്ക് ചേർക്കപ്പെട്ടതല്ല. ഇത് ദൈവീയ ഗ്രന്ഥമാണ്. ഇത് പരിശുദ്ധ പ്രവാചകന്റെ മേൽ അയക്കപ്പെട്ട ദിവ്യ പ്രബോധനമാണ്. അൽഹംദുലില്ലാഹ് അല്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ്. അവന്റെ അടിമയാകുന്ന പ്രവാചകന്റെ തിരുകരങ്ങളിലേക്ക്, ആ പ്രവാചകനിലേക്ക് നൽകപ്പെട്ടതായ പരിശുദ്ധമായ ഖുർആൻ വള്ളി വ്യത്യാസമില്ലാതെ പരിശുദ്ധമായ ഖുർആൻ ഇന്നും നിലനിൽക്കുകയാണ്. ആ ഖുർആൻ തത്തുല്യമായി കൊണ്ടുവരാൻ ഇന്നും ലോകത്ത് ഒരു ശക്തിക്കും സാധിച്ചിട്ടില്ല. അറേബ്യൻ സാഹിത്യ സാമ്രാട്ടുകൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ഒരാൾക്കും കഴിയാത്തതാകുന്ന ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ആ വിശുദ്ധ ഖുർആൻ ഇതാ ഇസ്തിഗ്ഫാറിന്റെ പാപമോചനത്തിന്റെ മഹത്വം പഠിപ്പിക്കുകയാണ്. പാതിരാത്രി സമയത്ത് 2017 വിട ചൊല്ലി പറഞ്ഞേക്കാൻ ഒരുങ്ങുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത 2017 നമ്മൾ യാത്രയാക്കുന്നത് ഞാൻ എന്റെ പാപമോചനത്തിന് അർത്ഥിക്കുകയാണ്. ഞാൻ ഒരുപാട് തെറ്റുകൾ കഴിഞ്ഞ വർഷങ്ങൾ ചെയ്തു പോയി അല്ലാ, 2017 ആണ്ടിൽ ചെയ്തു പോയി അല്ലാ. എന്റെ പാപങ്ങൾ നീ വിട്ടുപൊറുക്കണേ അല്ലാ. തീർന്നില്ല. നിനക്ക് വിശുദ്ധമായ ഖുർആൻ ഓഫർ നൽകുകയാണ്. നിനക്ക് മഴ വർഷിക്കുമെന്ന് മാത്രമല്ല, നിന്റെ പാപങ്ങൾ പുറത്തു തരുമെന്ന് മാത്രമല്ല, നിനക്കിതാ സമ്പത്ത് കൊണ്ട് മൂടുമെന്ന് മാത്രമല്ല, വിശുദ്ധമായ ഖുർആൻ വീണ്ടും നിനക്ക് നൽകുകയാണ്. മക്കളില്ല ഉസ്താദേ, ഏത് മക്ബറയിൽ പോണം ഉസ്താദേ, എവിടെ കോഴിമുട്ട കൊടുക്കണം ഉസ്താദേ എന്ന് ചോദിച്ചു നടക്കുന്ന പ്രിയപ്പെട്ട മനുഷ്യ, ഇതാ ഖുർആൻ നിന്നോട് പറയുകയാണ്. നീ ഇതാ പള്ളിയുടെ അകത്തളങ്ങളിലോ ശുദ്ധിയുള്ള സ്ഥലത്തോ ശുദ്ധിയോട് കൂടിയിരുന്നു കൊണ്ട് ഇസ്തിഗ്ഫാർ നടത്തിയാൽ വയുംദിദുകും ബിഅംവാൽ വബനീർ, നിനക്കിതാ മക്കളെ അല്ലാഹു നൽകുകയാ. നീ മക്കളില്ലാതെ വിഷമിക്കുന്നവനല്ലയോ, ആൺമക്കളിതാ നൽകുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സുന്ദരന്മാരാകുന്ന ആൺമക്കളെ കൊണ്ട് അല്ലാഹു നിന്നെ അനുഗ്രഹിക്കുമത്രേ. വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ എന്ന് ഹബീബായ റസൂലുള്ളാഹി. തീർന്നില്ല. വയജഅൽ ലക്കും ജന്നാത് വയജഅൽ ലക്കും അൻഹാറാ. ഇതൊക്കെ ഖുർആനിലുള്ളപ്പോ എന്തിനാണ് മുസ്ലിമേ അന്യമതത്തിൽപ്പെട്ട സഹോദരങ്ങളുടെ ജോത്സ്യന്റെ സമീപത്തേക്ക് തട്ടമിട്ടതാകുന്ന സഹോദരിമാര് ചെന്നുകൊണ്ടവരുടെ ദേവാലയത്തിൽ ചെന്ന് അർച്ചന നടത്തുന്നവരില്ലയോ, പൂജ അർപ്പിക്കുന്നവരില്ലയോ, ശർഅെതിർത്തതല്ലയോ, ശിർക്കല്ലയോ, അള്ളാഹുവിനോട് പങ്കുചേർത്തുള്ള ആരാധനയ്ക്ക് വേണ്ടി എന്തിനാണ് മുസ്ലിമത്തെ നിന്റെ ആരാധന കർമ്മങ്ങളെ പൊളിക്കുന്നത്? തൗബ ചെയ്യടേ
തൗബ ചെയ്യണേ. എത്രയോ സഹോദരിമാരാണ് ജിന്നമ്മമാരുടെ സവിധത്തിലേക്ക് പോയിട്ട് തന്റെ അമലുകളെ നിഷ്ഫലമാക്കുന്നവരില്ലയോ? പരിശുദ്ധ ഖുർആനിനെ വികലമായി ചിത്രീകരിക്കുന്ന മുറി മൂല്യാക്കന്മാരുടെ അടുക്കൽ പോയിട്ട് ചികിത്സയ്ക്ക് വേണ്ടി ലക്ഷക്കണക്കിന് രൂപകൾ കൊടുക്കുന്നവരില്ലയോ? എനിക്ക് മക്കളെ വേണമെന്ന് പറഞ്ഞ് അവരുടെ കാല് തൊട്ട് വഴങ്ങുന്നവരില്ലയോ? ആൾ ദൈവങ്ങൾ ധാരാളമുള്ള ഈ കേരളത്തിൽ അവരുടെ കാല് തൊട്ട് പാല് കുടിക്കുന്നവരില്ലയോ? അവരുടെ കാലിലേക്ക് പാലൊഴിച്ചിട്ട് അവരുടെ പാലിൽ നിന്ന് ഒഴുകി വരുന്ന പാല് കുടിച്ചു തീർത്തുകൊണ്ട് മക്കളുണ്ടാകാൻ പരിശ്രമിക്കുന്ന മുസ്ലിമേ, മുസ്ലിമത്തെ, എന്തിനാണ് നിന്റെ ഈമാന് പരപുരുഷന്മാരുടെ പരസ്ത്രീകളുടെ മുന്നിൽ അടിയറവ് വെക്കുന്നത്? ഖുർആൻ നിനക്ക് നൽകുകയാണ്. നീ ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ നിനക്കിതാ സമ്പത്താണ്, നിനക്കിതാ മക്കളാണ്. തീർന്നില്ല, ഇതൊക്കെ നിനക്ക് ദുനിയാവിൽ നൽകുന്ന സൗഭാഗ്യമാണ്. വയജഅലക്കും ജന്നാ, നിനക്കിതാ സ്വർഗമാണ്, സ്വർഗത്തിലേക്ക് നിന്നെ ആനയിക്കുകയാണ്. കാരണം നിന്റെ നാവിൽ എപ്പോഴും ഉണ്ടായിരുന്നത് അല്ലാഹുവേ എന്റെ പാപം പൊറുക്കണേ എന്നുള്ള ദിക്റാണ്. ആ ദിക്ർ ഡെയിലി ആവർത്തിക്കുന്ന മനുഷ്യ, അതിന്റെ ശ്രേഷ്ഠത ചെറുതല്ല. കാരണം അല്ലാഹുവിന്റെ റസൂൽ പോലും 100 പ്രാവശ്യം ഡെയിലി ചെല്ലയില്ലയോ? 100 അല്ല 1000 വട്ടമെങ്കിലും മുസ്ലിമേ, മുഅ്മിനത്തെ, നിന്റെ നാവിലുണ്ടാകേണ്ടതാകുന്ന പദമാണ്. നിനക്ക് മക്കളെ കിട്ടുകയാണ്, നിനക്കിതാ സമ്പത്ത് നൽകപ്പെടുകയാ, സ്വർഗമാണ് നിന്റെ മുന്നിൽ തുറക്കപ്പെടുന്നത്. വയജഅലക്കും ജന്നാത്ത് വയജഅലക്കും അൻഹാറാ. സ്വർഗം നിനക്ക് നൽകുന്നു എന്ന് മാത്രമല്ല, ആ സ്വർഗത്തിൽ നീ അസ്ഥനായിരിക്കുമ്പോ, സ്വർഗസ്ഥനായി നീ നിലകൊള്ളുന്ന സമയത്ത് ഇതാ നിന്റെ കാൽ കീഴിലൂടെ നല്ല സുന്ദരമായ അരുവികളെ അല്ലാഹു നൽകുകയാണ്. നിനക്ക് സുന്ദരമായ കുടിനീര് ആ സ്വർഗത്തിൽ അല്ലാഹു നൽകുമത്രേ. എന്തിനാണ് ഈ ദുനിയാവിൽ നീ ഇസ്തിഗ്ഫാർ ചൊല്ലിയതിന്റെ പേരിലെന്ന് ഹബീബായ റസൂലുള്ളാഹി